നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ കൊടും പാപത്തിന് മരണം തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ശിക്ഷയും ഈ ലോകത്ത് നൽകാനില്ല. പ്രണയം നടിച്ച് പ്രണയത്തിൽ കീടനാശിനി കലർത്തി മരണത്തെ വിളിച്ചു വരുത്തിയ ഗ്രീഷ്മ, ഷാരോൺ രാജിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ, ആന്തരിക അവയവങ്ങളടക്കം ജീർണിച്ചു പോകുന്ന അവസ്ഥയിലാക്കി വേദന കടിച്ചമർത്തി മരണത്തിന് വിട്ടുകൊടുത്ത ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുമെന്നായിരുന്നു മലയാളികൾ ആകമാനം ഉറ്റുനോക്കിയത്. വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷയും അവൾ അർഹിക്കുന്നില്ല എന്നായിരുന്നു പലരും പരാമർശിച്ചത്. എന്നാൽ നിയമലോകത്തിന്റെ വിലയിരുത്തലുകളൊക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള വിധി തന്നെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരാളുമായി നിശ്ചയിച്ച വിവാഹത്തിന് വേണ്ടി കാമുകനെ വിഷക്കഷായം കുടിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് അങ്ങനെ തൂക്കുകയർ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതിലൂടെ മറ്റൊരു റെക്കോർഡ് കൂടി ഗ്രീഷ്മയ്ക്ക് സ്വന്തമാകുന്നു എന്നുള്ളതാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ, കുറ്റവാളികളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയായി ഗ്രീഷ്മ മാറുന്നു. അതും വധശിക്ഷ കാത്തിരിക്കുന്ന സ്ത്രീയായി. അങ്ങനെ ഒരു പുതുചരിത്രമാണ്. കേരളത്തിലെ അപൂർവമായ ഒരു കേസായി തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ആകെ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ഒരു ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. ആ പട്ടികയിലേക്ക് ഗ്രീഷ്മയും എത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി തന്നെ ഗ്രീഷ്മയെ മാറ്റുന്നു. 24 വയസ്സ്. കോടതിയും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും തൂക്കുകയർ നൽകാവുന്നതാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഈ വിധി പങ്കുവച്ചതിന് പിന്നാലെ നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് കോടതി വളപ്പിലും അതുപോലെ തന്നെ പുറത്തും നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായിട്ടുള്ള നിർമ്മലകുമാരൻ നായരെ 3 വർഷം തടവിനാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയും കൂടിയായിട്ടുള്ള സിന്ധുവിനെ നേരത്തെ തന്നെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഈ വാദത്തിനിടയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് പ്രതിയുടെ പ്രായം പരിഗണിക്കുക എന്നുള്ളതായിരുന്നു. തുടർന്ന് പഠിക്കാനുണ്ട്, വളരെ മിടുക്കിയായി പഠിക്കുന്നതാണ്, ഇതൊക്കെ തന്നെയായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെയൊന്നും പരിഗണിക്കാൻ കഴിയില്ല എന്ന് ശക്തമായി തന്നെ കോടതി പറയുകയുണ്ടായിരുന്നു. പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെയുള്ള വ്യക്തമായ കൊലപാതകം, കൃത്യമായ ആസൂത്രണം. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ കുറഞ്ഞ് മറ്റൊന്നും പ്രതി അർഹിക്കുന്നില്ല എന്ന് കോടതി തന്നെ തുറന്നു പറയുകയാണ്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം ഒരിക്കലും ഈ കേസിൽ പരിഗണിക്കാൻ കഴിയുന്നില്ല. കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയതായിരുന്നു. കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ കുറ്റങ്ങൾ പ്രകാരം, വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും ഗ്രീഷ്മ ചെയ്തതായി തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള വലിയ നീക്കമാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വഴിവിട്ട രീതിയിൽ കേസിനെ അട്ടിമറിക്കാനായി ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ ഗ്രീഷ്മ അന്ന് സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഷാരോണിനെ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്ന് പോലും കുടുംബാംഗങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന ഒരൊറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. അത് തന്നെയാണ് ശരിവെച്ചിരിക്കുന്നത്. പക്ഷേ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഗ്രീഷ്മയും മുന്നോട്ട് പോയിരുന്നു. 2022 ഒക്ടോബർ 14-ാം തീയതി അന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയായിരുന്നു കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചത്. ഒക്ടോബർ 25-ന് മരണം സംഭവിക്കുകയും ചെയ്തു. അതിനു മുൻപും ഒന്നിലധികം തവണ ജ്യൂസ് ചലഞ്ച് എന്ന പേരിലും അല്ലാതെയും ഒക്കെ തന്നെ പല രീതിയിൽ വിഷം കയറ്റി കൊല്ലാനായി, വിഷം കുടിപ്പിച്ച് കൊല്ലാനായി ശ്രമിച്ചിരുന്നു. അതിന്റെ തെളിവുകളും പിന്നീട് പോലീസ് സംഘത്തിന് കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. പാറശാലയ്ക്ക് അടുത്ത് സമുദായപ്പറ്റ ജെബി ഭവനിൽ ജയരാജന്റെ മകൻ കൂടിയാണ് ഷാരോൺ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥി കൂടിയായിരുന്നു. എന്നാൽ എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷ കാത്തു നിൽക്കുന്ന സ്ത്രീയായി ഗ്രീഷ്മ മാറിയതെന്ന് ചോദിച്ചാൽ, നിലവിൽ വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനു വേണ്ടി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച ഒരു കേസുണ്ട്. കേരളം ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ആ കേസിലെ തന്നെ 1-ാം പ്രതിയുണ്ട്, റഫീഖ ബീബി. അവരാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഏക സ്ത്രീയും വധശിക്ഷ കാത്തു നിൽക്കുന്നത്. അധികകാലമായിട്ടില്ല, 1 വർഷം മുൻപ് തന്നെയാണ് സമാനമായി ഇതേ കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായിട്ടുള്ള മകനും കാമുകനും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതേ കോടതി, അതേ ജഡ്ജി ഷാരോൺ കേസും പരിഗണിച്ചു. സമർത്ഥമായ രീതിയിൽ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകളൊക്കെ തന്നെ സമർപ്പിക്കാൻ സാധിച്ചു. പ്രോസിക്യൂഷനും പഴുതുകൾ അടച്ചു തന്നെ വാദം ഉന്നയിച്ചു. അതുതന്നെയാണ് ഇതിൽ വധശിക്ഷയ്ക്ക് കാരണമായ തെളിവുകളുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചതും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി, ആ പേരും ഇനിയിപ്പോൾ ഗ്രീഷ്മയ്ക്ക് സ്വന്തമാണ്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും 3 ദിവസം നീണ്ട അന്തിമവാദം നേരത്തെ പൂർത്തീകരിച്ചാണ് ഇന്നത്തേക്ക് തിങ്കളാഴ്ച ദിവസം
വിധി പറയാനായി മാറ്റിവെച്ചത്. 2022 ഒക്ടോബർ 14 ഷാരോൺ തന്റെ സുഹൃത്ത് റെജിനൊപ്പമായിരുന്നു നേരത്തെ പരാമർശ സംഭവം നടക്കുന്ന ഇടത്തേക്ക് ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത്. അവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായിട്ടുള്ള പാരക്വറ്റ് കലർത്തി കഷായം നൽകി. കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ വേണ്ടി ജ്യൂസും കുടിപ്പിച്ചു. തൊട്ട് പിറകെ തന്നെ ഷാരോൺ അവിടെ ഛർദ്ദിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പുറത്തിറങ്ങി വഴിനീളെ ഛർദ്ദിക്കുകയായിരുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുമ്പോഴും പലതവണ ഛർദ്ദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരോണിനെ പിന്നെ നിവർത്തിയൊന്നും തന്നെയില്ലാതെ പാറശാലയിലെ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ചികിത്സ കഴിഞ്ഞു വീട്ടിലെത്തി. എന്നാൽ തൊട്ടടുത്ത ദിവസം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ, വായ്ക്കുള്ളിൽ വ്രണമടക്കം കണ്ടെത്തി. പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. കണ്ടെത്തലിലൂടെ ഏകദേശം 10 ദിവസത്തോളം മരണം കാത്ത് വേദന കടിച്ചമർത്തി. എന്നാൽ തൻ്റെ കാമുകിയാണ് ഈ വിഷം കലർത്തിയെന്നുള്ളത് ആരോടും പറയാതെ മരണമൊഴി രേഖപ്പെടുത്താനെത്തിയ മജിസ്ട്രേറ്റിന് പോലും ആ സത്യം വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിച്ച് പ്രണയത്തിന് വേണ്ടി വൃക്കയും കരളും ശ്വാസകോശവും ഒക്കെ തന്നെ അഴുകി ജീർണിച്ചു പോകുന്ന, തകരാറിലാകുന്ന അവസ്ഥയിലെത്തിയിട്ട് പോലും ഷാരോൺ അത് തുറന്നു പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ചികിത്സയ്ക്കൊടുവിൽ മരണപ്പെടുകയായിരുന്നു. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ഒരു സൈനികനുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചു. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജ്യോത്സ്യൻ തന്നെ പ്രവചിച്ചു. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഷാരോണിന്റെ വീട്ടിൽ വെച്ച് രണ്ടുപേരും താലികെട്ടി. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലികെട്ടി. തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും കുറ്റപത്രത്തിൽ തന്നെ പറയുന്നു. അവിടെയൊക്കെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പക്ഷേ പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ബന്ധം ഉപേക്ഷിക്കാനുള്ള വലിയ തീരുമാനത്തിലേക്ക് ഗ്രീഷ്മ എത്തി. എന്നാൽ വിട്ടുപോകാൻ ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നാലെ കൊലപാതകം ആസൂത്രണം ചെയ്ത് ഏറ്റവും ഒടുവിൽ അത് നടപ്പിലാക്കി ഗ്രീഷ്മ എന്ന കൊടും കുറ്റവാളി. ഏറ്റവും ഒടുവിൽ ശരിയായ വിധിയും അവളെ തേടിയെത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.